എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ പാലംകോണം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലമ്പലം ഭാഗത്തു നിന്ന് വരുമ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ആയങ്കോണം മുതൽ പാലാങ്കോണം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് പാലാങ്കോണം ജംഗ്ഷനിൽ നിന്നാണ്. ഇവിടെ വരെയാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ വർക്ക് വേണ്ട ഒരു ഭാഗമാണ് പാലാങ്കോണവും കുടവൂർ കോണവുമൊക്കെ. പാലാങ്കോണം ഭാഗത്ത് ഒരു ഓവർപാസാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇവിടുത്തെ മണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതലും ചേടി മണ്ണാണ്. അതുകൊണ്ട് ഒട്ടും ബലമില്ലാത്തതിനാൽ പല ഭാഗങ്ങളും ഇടിഞ്ഞ് വീണിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുകളുടെയും മെയിൻ റോഡിൻ്റെയും ഭാഗത്തെ മണ്ണുകളെല്ലാം നീക്കം ചെയ്തതായിരുന്നു. പിന്നെ മഴക്കാലമായപ്പോൾ സർവീസ് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു. സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇടിച്ച കുന്നിൻ്റെ മുകളിലായി ഒരു വീടുണ്ടായിരുന്നു. അത് അപകടാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ ഭാഗത്തെ കംപ്ലീറ്റായി മണ്ണും നീക്കം ചെയ്ത് ആ വീടും അവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആ കുന്നിൽ നിന്നും ഇടിച്ചു മാറ്റി കുറച്ച് മണ്ണ് ഇപ്പോഴും ആ കുഴിയിൽ തന്നെ കിടക്കുകയാണ്. അതെല്ലാം ഇനി നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്യുന്ന ആ കുന്നിൻ്റെ മുകളിൽ മറ്റൊരു വീടും നിൽക്കുന്നതായി കാണാം. അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ കുടവൂർ കോണം ഭാഗത്തേക്ക് പോകാം. അവിടെയൊക്കെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ താഴ്ന്ന പ്രദേശമാണ്. അവിടെയും കുറച്ച് മണ്ണിട്ട് നിരത്തിയതായി കാണാം. ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഇനിയും പെൻഡിങ് ആണ്. പാലാങ്കോണത്തിനും കുടവൂർ കോണത്തിനും ഇടയ്ക്കും ഒരു കുന്നുപോലുള്ള ഭാഗമുണ്ട്. ഇപ്പോൾ അവിടെയും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇവിടെ സർവീസ് റോഡുകൾ രണ്ടും കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡ് താഴെക്കൂടിയും പോകും. ഇവിടെയും ഒരു ഓവർപാസ് വരേണ്ടിയിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. കുടവൂർ കോണം ഭാഗത്ത് മാത്രമാണ് ഒരു ഓവർപാസ് വരുന്നത്. സർവീസ് റോഡ് വഴി മുകളിലേക്ക് പോകുമ്പോൾ ഇതാണ് കാഴ്ച. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ തെക്ക് ഭാഗത്ത് രണ്ട് സൈഡിലുമായി റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്നതായി കാണാം. ഇവിടെയും വളരെ കട്ടി കുറഞ്ഞ മണ്ണാണ്. സോയിൽ നെയിലിംഗ് ചെയ്തിരുന്നു, എന്നിട്ടും നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ രണ്ട് സൈഡിലും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്നത്. ഇനി അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിയായിരിക്കും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ഇനി കുടവൂർ കോണം ഭാഗത്തേക്ക് പോകണമെങ്കിൽ താഴെ ചെന്ന് മെയിൻ റോഡിൻ്റെ ഭാഗത്തുകൂടി മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മണ്ണ് പൂർണ്ണമായും മാറ്റിയ ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്നതായി കാണാം. സോയിൽ നെയിലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. നേരെ കാണുന്നത് കുടവൂർ കോണം ഭാഗമാണ്. അവിടെയാണ് ഒരു ഓവർപാസ് വരുന്നത്. ഇവിടെ 8ഓളം ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർപാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവിടെയും കുന്നുപോലുള്ള ഭാഗമാണ്. ഓവർപാസ് വരുന്നതിനാൽ താഴ്ഭാഗത്തെ മണ്ണെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് രണ്ട് സൈഡിലെയും കുന്നിൻ്റെ സൈഡിലൂടെ തന്നെയാണ് പോകുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഗർഡറുകളൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. ഇവിടെയും ഓവർപാസിന് വേണ്ടിയുള്ള പൈലിംഗ് പ്രവൃത്തികളൊക്കെ നടന്നതാണ്. ആ നേരെ കാണുന്ന വെള്ളക്കെട്ട് പോലെയുള്ള ഭാഗത്താണ് പൈലിംഗ് ഒക്കെ നടന്നത്. പൈൽ ഹെഡൊക്കെ ബ്രേക്ക് ചെയ്തതായി തോന്നുന്നു. ഇനി അവിടെ പൈൽ ഗ്യാപ്പിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതുണ്ട്.
സോയിൽ നെയിലിംഗ് നടന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഇപ്പോൾ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നതായി കാണാം. അത് പൈലിംഗ് നടത്തിയ ഭാഗത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ മധ്യഭാഗത്ത് ഇനി കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്കിതിൻ്റെ മറു സൈഡിലെ കാഴ്ചയൊന്ന് കാണാം. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ തെക്ക് സൈഡിലും ഇപ്പോൾ സോയിൽ നെയിലിംഗ് നടന്നിരിക്കുന്നതായി കാണാം. ആ ഭാഗത്ത് മണ്ണെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള ഭാഗത്ത് ഇനി ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. ഇവിടെ ഈ ചാല് പോലെ വെട്ടിയിരിക്കുന്ന അത്രയും ആഴത്തിലായിരിക്കാം ഇനിയും മണ്ണെടുക്കാനുള്ളത്. ഇവിടെയും മണ്ണ് കണ്ടാൽ അറിയാം ഒട്ടും ഉറപ്പില്ല, എപ്പോഴും വേണമെങ്കിലും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ സർവീസ് റോഡും മുകളിലൂടെ വരാനാണ് സാധ്യത. ആ ഒരു കുന്നിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഉടനെ കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ സർവീസ് റോഡ് എങ്ങനെയായിരിക്കും നിർമ്മിക്കുക എന്ന് അറിയില്ല. ബ്രിഡ്ജ് സൈറ്റിൽ ഇനി ഒരുപാട് മണ്ണ് കൊണ്ട് ഇടേണ്ടതുണ്ട്. ആ ഭാഗത്തൊക്കെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ നിന്നുള്ള മണ്ണ് അങ്ങോട്ട് മാറ്റുമായിരിക്കും. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പാറക്കൂട്ടങ്ങളുള്ള മേഖലയാണ്. കുറേ പാറ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയും മണ്ണ് മാറ്റുന്നതനുസരിച്ച് താഴേക്ക് പാറ കാണാൻ സാധ്യതയുണ്ട്. കൂടുതൽ പാറ ഇവിടെ നിന്നും പൊട്ടിച്ച് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നിന്നും താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ചെറിയ വാഹനങ്ങളുമായി വരുന്നവർ സൂക്ഷിക്കുക, സ്കിഡായി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള വഴിയല്ല ഇവിടെ ഉള്ളത്. പഴയ താറിങ്ങി പൊളിച്ച അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന റോഡാണ്. അപ്പോൾ സ്കിഡായി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് സൈറ്റിലെ വർക്ക് കാണാൻ കഴിയും. ബ്രിഡ്ജിൻ്റെ 1/3 ഭാഗത്തെ കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തും ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. മെയിനായും ഈ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ 2 സൈഡിലെയും വർക്ക് സ്പീഡിൽ നടക്കുകയുള്ളൂ. ബ്രിഡ്ജിൻ്റെ തെക്ക് സൈഡിലെ വർക്ക് ഇവിടത്തെ അപേക്ഷിച്ച് അല്പം കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഉയർത്തുന്ന വർക്കും നടക്കുകയാണ്. 1 മാസത്തിന് മുന്നേ ആയിരുന്നു ബ്രിഡ്ജിൻ്റെ തെക്ക് സൈഡിൽ നിന്നും മാമം പാലത്തിനടുത്ത് വരെയുള്ള വീഡിയോ ചെയ്തിരുന്നത്. ബ്രിഡ്ജ് സൈറ്റ് മുതൽ മാമം വരെയുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യാം. ഇത് ബ്രിഡ്ജിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചയാണ്. മുന്നേ ഇവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള റോഡ് നിർമ്മിച്ചിരുന്നു. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനായിട്ട്. കഴിഞ്ഞ മഴയിൽ അത് പൊളിഞ്ഞു പോയിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തത്. മറു സൈഡിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇപ്പോൾ കാര്യമായി വർക്ക് നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വെള്ളം നനയ്ക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. 2 റീറ്റെയിനിങ് വാളുകളുടെയും ഇടയിൽ ഏകദേശം 45 മീറ്ററോളം വരും. മറുവശത്ത് കണ്ടതുപോലെ സർവീസ് റോഡുകൾ ഇവിടെയും മെർജ് ചെയ്ത് മെയിൻ റോഡിലേക്ക് കയറുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ 8 പിയറുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 4 പിയറുകൾക്ക് ഇടയിലുള്ള കോൺക്രീറ്റ് വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ ക്രോസ് ഗർഡറുകളുടെയും ഷട്ടറിങ്ങിൻ്റെയും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റീറ്റെയിനിങ് വാളുകൾ നോക്കുകയാണെങ്കിൽ നല്ല ഉയരത്തിലാണ് നിർമ്മിച്ച് വരുന്നത്. ഏകദേശം 4-5 മീറ്ററോളം ഹൈറ്റിലായി കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ കാണുന്ന കുന്നിൽ നിന്ന് ഇനിയും മണ്ണിടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് വേണം ഏകദേശം റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റിന് തുല്യമായി വരാനുള്ളത്. ബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ ആ ഭാഗത്തായി ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഒരു അടിപ്പാത നിർമ്മിക്കേണ്ടതുണ്ട്.
ഇടയ്ക്ക് ആ പ്രദേശവാസികളൊക്കെ അവിടെ അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല, അടിപ്പാത വരുമോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇടവിട്ട ഭാഗത്ത് റീറ്റെയിനിങ് വാളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. RKC കമ്പനിയുടെ യാർഡ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് മാമം ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ രണ്ട് ഭാഗത്തെയും വർക്കുകൾ പെട്ടെന്ന് നടക്കുകയുള്ളൂ. അടുത്ത മഴക്കാലത്തിന് മുന്നേ തന്നെ ഈ വർക്കുകളൊക്കെ ഫിനിഷായാൽ മാത്രമേ വിചാരിക്കുന്ന രീതിയിൽ തീരുകയുള്ളൂ. ഇനി ഇവിടെ നിന്നും തിരിച്ച് പാലാങ്കോണം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. തിരിച്ചുള്ള കാഴ്ചകൾ കാണണമെന്നുള്ളവർക്ക് വീഡിയോ കാണാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കടമ്പാട്ടുകോണം മുതൽ ആയങ്കോണം വരെയുള്ള ഭാഗത്തെ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.